കലൂർ സ്റ്റേഡിയത്തിൽ ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ട് നടത്തിയ പരിപാടിക്ക് പിന്നിൽ സാമ്പത്തിക ലാഭം. ഒരു സുരക്ഷയും ഉറപ്പാക്കാതെ ഇവന്റ് മാനേജ്മെന്റ് കമ്പനി ഉണ്ടാക്കിയത് കോടികളാണ്. ഈ പരിപാടിയിൽ പങ്കെടുത്തത് 5100 രൂപ നൽകിയാണെന്ന് നർത്തകി വെളിപ്പെടുത്തി. രജിസ്ട്രേഷൻ ഫീസായി 3500 രൂപയും വസ്ത്രത്തിന് 1600 രൂപയും നൽകി. പട്ടുസാരി നൽകുമെന്നാണ് പറഞ്ഞതെങ്കിലും കിട്ടിയത് സാധാരണ കോട്ടൺ സാരിയാണ്. ഇങ്ങനെ പല തട്ടിപ്പും നടന്നു. ഈ നർത്തകിക്ക് പുറമെ 8000 രൂപ വരെ കൊടുത്ത് പങ്കെടുത്തവരുമുണ്ട്. ജോയ് ആലുക്കാസ് ആയിരുന്നു പ്രധാന സ്പോൺസർ. കല്യാൺ സിൽക്സും പരസ്യം നൽകി. ഈ പരസ്യങ്ങളിലൂടെയും ലക്ഷങ്ങൾ സംഘാടകർക്ക് കിട്ടി. ജോയ് ആലുക്കാസ് വേദിയിലും ഉണ്ടായിരുന്നു. ഇതിന് പുറമെയാണ് നർത്തകികളിൽ നിന്നും പണം പിരിച്ചത്. 5000 രൂപ വെച്ച് 12000 പേരിൽ നിന്നും പിരിച്ചാൽ സംഘാടകർക്ക് 6 കോടി കിട്ടും. എന്നാൽ ഇത് 8000 വരെ പിരിച്ചെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടാകുമ്പോൾ ആ റെക്കോർഡ് പ്രകടനത്തിലൂടെ സംഘാടകർ വൻ ലാഭം കൊയ്തുവെന്നതാണ് വസ്തുത. ഭക്ഷണം, താമസം, മേക്കപ്പ് എല്ലാം സ്വന്തം കയ്യിൽ നിന്ന് പണമെടുത്താണ് ചെയ്തത് എന്ന് നർത്തകർ പറയുന്നു. ഗിന്നസ് റെക്കോർഡ് സർട്ടിഫിക്കറ്റ് കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് പരിപാടിയിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചതെന്നും എന്നാൽ സംഘടനത്തിൽ പിഴവ് ബോധ്യപ്പെട്ടത് ഉമാ തോമസിന് പരിക്കേറ്റപ്പോഴാണെന്നും പറഞ്ഞ് നർത്തകി പിന്നീട് പരിപാടിയിൽ പങ്കെടുത്തില്ലെന്നും പറഞ്ഞു. അതായത് 12000-ൽ 1 കുറവായിരുന്നു പങ്കാളിത്തം. പണം ഞങ്ങൾ തരും. ദിവ്യ ഉണ്ണിയെ മുന്നിൽ നിർത്തിയായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. ചെറുതും വലുതുമായ നിരവധി സ്പോൺസർമാരുണ്ടായിരുന്നു. വലിയ സംഗീത നിശയും നടത്തി. ഉമാ തോമസിന് ഗുരുതര പരിക്കേറ്റിട്ടും പരിപാടികളിലൊന്നും മാറ്റം വന്നില്ല. ആവേശം തെല്ലും കുറഞ്ഞതുമില്ല. പ്രമുഖ വസ്ത്രശാല പാർട്ട്ണറാണെന്നും അതുകൊണ്ട് തന്നെ മുന്തിയ ഇനം സാരി കിട്ടുമെന്നും നർത്തകരെ സംഘാടകർ പറഞ്ഞു പറ്റിച്ചു. ഇങ്ങനെ കോടികളുണ്ടാക്കുന്ന തട്ടിപ്പ് ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പുകൾ കേരളത്തിൽ സജീവമാണ്. നർത്തകർക്ക് കോട്ടൺ സാരി വിറ്റത് വസ്ത്രശാല പണം വാങ്ങിയാണോ എന്നത് ഇനിയും വ്യക്തമല്ല. താൻ മുൻപും റെക്കോർഡ് ലക്ഷ്യമിട്ട് നടത്തിയ പല പരിപാടിയിലും പങ്കെടുത്തിട്ടുണ്ടെങ്കിലും അതിലൊന്നും ഇത്രയധികം പണം ആവശ്യപ്പെട്ടിരുന്നില്ല. സംഗീതജ്ഞനായ ഭർത്താവ് പങ്കെടുത്ത പരിപാടികളിലും ഈ നിലയിൽ പണം ആവശ്യപ്പെട്ടിരുന്നില്ല. അമ്മയുടെ നിർബന്ധപ്രകാരമാണ് പണം കൊടുത്തത്. എന്നാൽ ഇന്നലെ നടന്ന പരിപാടിയുടെ സമയക്രമം പലപ്പോഴായി മാറ്റി. ഇതിലേക്ക് കൂടുതൽ നർത്തകരെ പങ്കെടുപ്പിക്കുന്ന നൃത്ത അധ്യാപകർക്ക് ഗോൾഡ് കോയിൻ വാഗ്ദാനം ചെയ്തിരുന്നുവെന്നും ഇവർ ആരോപിക്കുന്നു. നൃത്താധ്യാപകർ കുട്ടികളെ പരിപാടിയിൽ പങ്കെടുപ്പിക്കാൻ എത്തിച്ചത് ഇങ്ങനെയാണെന്നും അവർ പറഞ്ഞു. മൃദംഗനാദം എന്ന പേരിൽ പ്രശസ്ത നടി ദിവ്യ ഉണ്ണിയുടെ നേതൃത്വത്തിലാണ് നൃത്തപരിപാടി സംഘടിപ്പിച്ചത്. ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ട് നടത്തിയ പരിപാടിയിൽ കേരളത്തിന് പുറമെ വിവിധ രാജ്യങ്ങളിൽ നിന്നടക്കം നർത്തകർ പങ്കെടുത്തിരുന്നു. മൃദംഗനാദത്തിൽ പങ്കാളികളായ ഗുരുക്കന്മാരുടെ കീഴിൽ ഭരതനാട്യം അഭ്യസിച്ചു വന്ന 12000 നർത്തകരാണ് നൃത്തം ചെയ്തത്. 1 മാസത്തോളം നീണ്ട പരിശീലനത്തിനൊടുവിലാണ് ഇന്നലെ പരിപാടിയിൽ നർത്തകർ പങ്കെടുത്തത്. 12500 സാരികളാണ് കല്യാൺ ഈ നൃത്തവിരുന്നിനു വേണ്ടി നെയ്തെടുത്തത് എന്ന് ദിവ്യ ഉണ്ണി പറഞ്ഞതായും റിപ്പോർട്ടുകളുണ്ട്. മൃദംഗനാദം 2024 വലിയൊരു സ്വപ്നമായിരുന്നു. നമ്മൾ ഏറെ നാളായി കാത്തിരുന്ന നിമിഷം. ഈ ഗാനം ഇതിനു വേണ്ടി എഴുതിയതാണ്. ഞങ്ങളുടെ കോസ്റ്റ്യൂം പാർട്ട്ണറും മെയിൻ സ്പോൺസറും കല്യാൺ ആയിരുന്നു. 12500 സാരികളാണ് നർത്തകർക്ക് വേണ്ടി കല്യാൺ നെയ്തത്. പരിപാടിയുടെ ലോഗോ ഒക്കെ വെച്ചാണ് ഇതിൻ്റെ നിർമ്മാണം. ഞങ്ങൾക്കെല്ലാവർക്കും ഇതൊരു ഓർമ്മയാണ്. ഈ ഇവന്റ് കഴിഞ്ഞാലും ഞങ്ങൾക്ക് മാത്രം ഓർക്കാവുന്ന, ഞങ്ങൾക്ക് മാത്രം കിട്ടിയ ഭാഗ്യമാണ്. ഇത് കടകളിൽ നിന്നും വാങ്ങാൻ കിട്ടില്ല. ഇതിനു വേണ്ടി പ്രത്യേകമായി സൃഷ്ടിച്ചെടുത്തതാണ്. കൊറിയോഗ്രാഫി ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി. ഇതിൻ്റെ ഗാനം ഭഗവാൻ ശിവന്റെ താണ്ഡവത്തെ വർണ്ണിക്കുന്ന ഒരു ഗാനമാണ്. അതുകൊണ്ടാണ് കൈലാസത്തിൻ്റെ നിറങ്ങൾ വെച്ചുകൊണ്ടുള്ള വേഷവും തിരഞ്ഞെടുത്തത്, ദിവ്യ ഉണ്ണി പറയുന്നു. ദിവ്യ ഉണ്ണിയുടെ ഈ വാക്കുകൾക്കൊപ്പം അതിൽ പങ്കെടുത്ത മറ്റുള്ളവരുടെ പ്രതികരണം കൂടി കണക്കിലെടുത്താൽ ദിവ്യ ഉണ്ണിക്ക് മാത്രം സാരി വെറുതെ കിട്ടിയെന്ന് വേണം വിലയിരുത്താൻ. ബാക്കി എല്ലാവരും സാരിക്ക് പണം കൊടുത്തവരാണ് എന്നാണ് വ്യക്തമാകുന്നത്. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.